ഇവിടെ ശ്രീ അനിൽകുമാർ, എന്തുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ വേട്ടയാടപ്പെടുന്നു? എന്തുകൊണ്ട് ചില നേതാക്കൾ അല്ലെങ്കിൽ പല നേതാക്കളും ഞാൻ അകത്താകുമോ എന്ന പേടിയിൽ കളം മാറുന്നു? അവിടങ്ങളിലൊക്കെ കൂടുതൽ പ്രതിപക്ഷ കക്ഷികൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ ഉത്തരവേ ഉള്ളൂ, പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് ഒരുമിച്ച് നിൽക്കാനോ ഒരു യോജിച്ച പോരാട്ടം നടത്താനോ ഉള്ള കഴിവില്ല, അതല്ലെങ്കിൽ അതിനുള്ള മനസ്ഥിതിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ഇന്നത്തെ ചർച്ചയുടെ ടോപ്പിക്ക് തന്നെ ഇന്ത്യയിലെ ജനാധിപത്യം എത്രമാത്രം ഭദ്രമാണ് എന്നുള്ളതാണ്. ഇവിടെ പരസ്പരം തല്ലുകൂടുന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രതിനിധികളാണ്. നിങ്ങൾക്ക് വിഷമം അല്ലെങ്കിൽ നിങ്ങൾക്ക് തർക്കം BJP-യോടല്ല, മറിച്ച് പരസ്പരമാണ്. ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താണ്? കേരളത്തിലെ 20 സീറ്റുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ സംസ്ഥാനത്തും പരസ്പരം പാരവെക്കുന്ന, പരസ്പരം വീഴട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഒരു മുന്നണി തട്ടിക്കൂട്ട് മുന്നണിയാണ് എന്നല്ലാതെ എന്ത് പറയാൻ കഴിയും? നോക്കൂ, നാളെ വലിയ ജനാധിപത്യ സംരക്ഷണ റാലിയാണ്. ഇന്ന് കോൺഗ്രസിന്റെ ജയറാം രമേശ് പറഞ്ഞു അത് ഒരു വ്യക്തിക്ക് വേണ്ടിയൊന്നുമല്ല, അതായത് കെജ്രിവാളിന് വേണ്ടിയൊന്നുമല്ല, കുറേ ജനാധിപത്യ പ്രശ്നങ്ങളുണ്ട്, അതിലെല്ലാം കൂടിയാണെന്ന്. ഇങ്ങനെ പരസ്പരം കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത കുറെ ആൾക്കാർ ഇങ്ങനെ നിന്നാലും ഒരു കാര്യവുമില്ല എന്ന് ഇവിടുത്തെ ഭരണകക്ഷിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അഭിലാഷ് നല്ല ചരിത്രബോധമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. 2004 ഇതേപോലെ തന്നെ ഞങ്ങൾ യുദ്ധം ചെയ്തു, കോൺഗ്രസിനോട് യുദ്ധം ചെയ്തു. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, മുഴുവൻ കോൺഗ്രസ്സുകാർ കേരളത്തിൽ തോറ്റാലും കേന്ദ്രത്തിൽ BJP വരില്ല. ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് 2004 ഞങ്ങൾ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ അന്ന് അടൽ ബിഹാരി വാജ്പേയിക്കെതിരായിട്ട് അദ്വാനിക്കെതിരായിട്ട് ഞങ്ങളുടെ എല്ലാ MP-മാരും കേന്ദ്രത്തിൽ പോയി 63 MP-മാർ കൈപൊക്കി. 2008 പക്ഷേ വലിച്ചു. പിന്നാലെ റിസോർട്ട് വേണ്ടി ഞങ്ങളെ റിസോർട്ടിൽ അടയ്ക്കാൻ ആരെങ്കിലും വന്നോ? ഞാൻ പറയട്ടെ, അതിന് ഞങ്ങളുടേതായ ന്യായമുണ്ട്. ഞാൻ പറയട്ടെ, പ്രധാനമന്ത്രി ആവുമായിരുന്നല്ലോ, വാജ്പേയി പ്രധാനമന്ത്രി. അഭിലാഷെ ഞാനൊന്ന് പറയട്ടെ. അഭിലാഷെ, ഒരു അദ്വാനിയും പ്രധാനമന്ത്രിയാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്തുണ കൊടുത്തിട്ടില്ല. മാത്രമല്ല, അദ്വാനിയുടെ കൂടെ നിന്ന് VP സിംഗിനെ ഇറക്കിയത് രാജീവ് ഗാന്ധിയാണ്. ആ അഭിലാഷിന് ആ ചരിത്രം കൂടെ ഓർത്തു നോക്കാം. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ബ്ലാങ്കായിട്ട് പറയുന്നതാണ്, കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരും ഒരു UDF-കാരും പാർലമെൻറ്റിൽ എത്തിയില്ലെങ്കിലും ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കുന്ന 20 സീറ്റും നരേന്ദ്രമോദിക്കെതിരായി BJP-ക്കെതിരായി അവിടെ ഒരു റിസോർട്ടിലും പോകാതെ ഞങ്ങൾ പോയി വോട്ട് ചെയ്തിട്ട് വരും. ഞങ്ങളുടെ വാഗ്ദാനം അതാണ്. അതിന് കോൺഗ്രസ്സുകാരെ ഏൽപ്പിച്ചാൽ കോൺഗ്രസ്സുകാർ കേസിൽപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ ഇടപാട് ബഹുമാനപ്പെട്ട AK ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ലേ? അവസാനം മകനെ BJP-ക്ക് കൊടുത്ത് കേസ് എവിടം വരെയായി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിരട്ടിയാൽ ഞങ്ങളുടെ ഒരു നേതാവിനും തൊടത്തില്ല. ഇവിടെ പ്രധാനമന്ത്രി കള്ളം പറയുന്നു, നിർമ്മല സീതാരാമൻ കള്ളം പറയുന്നു. അവിടുത്തെ ഇപ്പോൾ KBS-ന് വിഷമിച്ചു. അതിന് അദ്ദേഹം തന്നെ കള്ളം പറഞ്ഞത്, പച്ച നുണ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, ഇന്ന് ഈ ചർച്ചയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയാൽ മതി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണ്ണ ബാഗ് വിട്ടുകിട്ടാൻ വിളിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഏത് നമ്പറിൽ നിന്നും ഏത് നമ്പറിലേക്ക് വിളിച്ചു. ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹം പറയുന്ന പണി ഏറ്റെടുത്തിരിക്കുന്നു. BJP-യുടെ പ്രകൃതി എന്ത് പറയുന്നു അത് ഞാൻ ചെയ്തിരിക്കും. വേണം ഈ ചാനൽ വെച്ച് നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഒറ്റ കാര്യമുള്ളൂ, ബഹുമാനപ്പെട്ട KBS-നെ വെല്ലുവിളിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ്റെ ഓഫീസിലെ ഒരു നമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു കസ്റ്റംസുകാരനെ ആ ബാഗ് വിട്ടുകിട്ടാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നമ്പറിൽ നിന്നും ഏത് നമ്പറിലേക്ക് ആരെ വിളിച്ചു എന്ന് വെളിപ്പെടുത്തുക. നിങ്ങളുടെ കളവ് മാത്രം പറയുന്ന സുരേന്ദ്രനുണ്ടല്ലോ, ആ കളവ് മാത്രം പറയുന്ന സുരേന്ദ്രൻ അന്ന് ആ ആരോപണം ഉന്നയിച്ചിട്ട് നാട് വിട്ടുപോയി. പിന്നെ അയാളെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇനി സുരേന്ദ്രനോട് അല്ലെങ്കിൽ CPM-ന് BJP-യോട് എന്തെങ്കിലും ഒരു പ്രത്യേക ബന്ധമുണ്ടോ? ഉണ്ട്. മിനിഞ്ഞാന്ന് ജനയുഗത്തിൽ നോക്കിയാൽ അറിയാം സുരേന്ദ്രൻ പേരുള്ള എടുത്ത കേസിൻ്റെ എണ്ണം. കേരളത്തിൽ സുരേന്ദ്രൻ്റെ പേര് എടുത്ത കേസിൻ്റെ എണ്ണം നോക്ക്. അതിൽ മഞ്ചേരി കോഴക്കേസുണ്ടോ? സുൽത്താൻ ബത്തേരിയിലെ കോഴക്കേസുണ്ടോ? മഞ്ചേശ്വരം കോഴക്കേസുണ്ടോ? ഏത് കേസാണ് വിട്ടുപിടിച്ച് ചെയ്തത്? പിന്നെ കൊടകരയിൽ 1,34,00,000 രൂപ പിടിച്ച് കോടതി വെച്ചിട്ട് ED-ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് KVS-ആരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED-യോടൊന്ന് പറഞ്ഞാൽ കൊടകരയൊന്ന് പിടിക്കാൻ പറ. കാരണം എന്താണ്? കുഴൽപ്പണം പിടിക്കാൻ കേരളത്തിലെ പോലീസിന് അധികാരമില്ല. അത് കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? കുഴൽപ്പണം പിടിക്കാൻ അധികാരമുള്ള ഒരു ED-ആണ്. ആ ED പിടിക്കത്തില്ലെന്ന്. അതിന് നിങ്ങൾക്ക് ED-യോട് പരാതിയില്ല. നിങ്ങൾക്കാകെ പരാതി ഏതാണ്? അക്കൗണ്ടിലൂടെ പണം കൈമാറിയ മുഖ്യമന്ത്രിയുടെ മകളെ ഒന്ന് പിടിക്കണം. പിന്നെ 85 കോടി രൂപ ശിവകുമാറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി. CPM നേതാക്കന്മാരുടെ വീട്ടിൽ വന്ന പൈസ കിട്ടത്തില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാർ ഒരു പേടിയില്ല. പിന്നെ ബാങ്കിലെ ക്രമക്കേട്, കേരളത്തിൽ BJP ഭരിക്കുന്ന എത്ര ബാങ്കിൽ ക്രമക്കേടുണ്ട്? തിരുവനന്തപുരത്തെ BSNL സൊസൈറ്റിയിലെ ക്രമക്കേട് നമുക്ക് എടുക്കാം.
BJP ഭരിക്കുന്ന കോൺഗ്രസ് ബാങ്കിന് ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ ക്രമക്കേട് എടുക്കാം. ആ ക്രമക്കേടുകളിൽ കേരള പോലീസ് കേസെടുത്തിടത്ത് ചിലതിൽ മാത്രം ED വന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാരും CPM ഭരിക്കുന്നിടത്ത് ED വന്നു, സുൽത്താൻ ബത്തേരിയിൽ ED വന്നു. പക്ഷേ അതൊന്നും വാർത്തയല്ല. കരുവന്നൂർ വാർത്തയാണ്. എന്തിനാ കരുവന്നൂർ വാർത്ത? CPM-നെ ടാർഗറ്റ് ചെയ്യുന്നു. ടാർഗറ്റ് ചെയ്തോളൂ. ഒരു നേതാവിനും തൊടത്തില്ല. ഞാൻ മോദിയെ വെല്ലുവിളിക്കുന്നു, BJP-യെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തല മുണ്ടിട്ടല്ല പറയണത്, ചോണയുണ്ട പിടിക്ക്. ശരി, ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളെ മാപ്പുസാക്ഷി ഉണ്ടാക്കും. നിങ്ങൾ കരുവന്നൂർ മാപ്പുസാക്ഷി ഉണ്ടാക്കിയല്ലോ. ഈ ക്രമക്കേട് നടത്തിയ സഹകരണ ബാങ്കിൻ്റെ ക്രമക്കേട് നടത്തിയ സെക്രട്ടറിയെ മാപ്പുസാക്ഷിയാക്കിയിട്ട് CPM-ൻ്റെ ആരെങ്കിലും പിടിച്ച് അകത്തോട്ടിട്ടാൽ ഉടനെ, അകത്തോട്ടിടാൻ നിങ്ങൾ വന്നാൽ ഉടനെ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അതിൻ്റെ കൂടെ നിൽക്കുമോ? PMLA കേസിനകത്ത് നമ്മൾ അറിയാമല്ലോ ചില തെറ്റായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഒരു ED-ക്കും കേരളത്തിലൊരു ചുക്കം ചെയ്യാനാവില്ല. അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? CBI-ക്കാർ ന്യായമുള്ളവരാണ് കേട്ടോ. കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് എത്ര വേഗമാണ് നീതി കൊടുത്തത്? എത്ര വേഗം! കോൺഗ്രസ് നേതാക്കന്മാർ പെട്ടുപോയ കേസിനകത്ത് എത്ര വേഗമാണ് നീതി കൊടുത്തത് അബ്ദുള്ള കുട്ടിക്കൊപ്പം. അപ്പോൾ CBI-യുടെ നീതിബോധമൊക്കെ നമുക്കറിയാമല്ലോ, അന്തർധാരയൊക്കെ അറിയാമല്ലോ. പിന്നെ നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര കാണണമെങ്കിൽ ദേശീയപാത നോക്കിയാൽ മതി. കേരളത്തിൻ്റെ ദേശീയപാത ഉണ്ടാക്കാൻ ഞങ്ങൾ യുദ്ധം ചെയ്തു. കേരളം 6700 കോടി രൂപ കേന്ദ്രത്തിന് സമർപ്പിച്ചു. അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിൽ നിന്ന് പിടിച്ചു പറിച്ചു. അങ്ങനെ ഉണ്ടാക്കിയ ദേശീയപാതയ്ക്ക് വേണ്ടി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടാൽ കേരളത്തിന് വേണ്ടിയാണ് കണ്ടത്, അന്തർധാരയല്ല, പിടിച്ചു വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ്സുകാരോട് പറയുന്നു, ഒരു സംശയം ഇക്കാര്യത്തിൽ വേണ്ട. കോൺഗ്രസ്സുകാർ ഡൽഹിക്ക് പോയാൽ ഡൽഹി വരെ എത്തത്തില്ല. അതുകൊണ്ട് ഡൽഹിക്ക് പോയാൽ പാർലമെന്റിൽ എത്തിയാൽ മാത്രം പോരാ, മോദിക്കെതിരെ ശബ്ദിച്ചാൽ മാത്രം പോരാ, മലയാളിക്ക് വേണ്ടി ശബ്ദിക്കണം, കേരളത്തിന് വേണ്ടി ശബ്ദിക്കണം. ഒറ്റ വാക്കുകൂടെ എനിക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ വാക്കുകൂടെ എനിക്ക് മതി. ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞു, ചാനലുകാരെല്ലാം നിങ്ങളുടെ ക്യാമറ ഓൺ ചെയ്യണം. എന്താണ് കാരണം? കേരളത്തിന് കുടിശ്ശിക ഉണ്ടോ? ഞാൻ പറഞ്ഞ പെരും കള്ളമല്ലേ അവർ പറഞ്ഞത്? മിനിഞ്ഞാൻ്റെ മാതൃഭൂമി നോക്ക്, എത്ര കോടിയാണ് കേരളത്തിന് കിട്ടിയത്? 2019 മുതൽ നെല്ലിൻ്റെ വില കിട്ടാനുള്ള 852 കോടി തന്നോ? പിടിച്ചു വാങ്ങിച്ചോ? നിർമ്മല സീതാരാമനെ പോലെ കള്ളം പറയുന്ന ഒരു ധനകാര്യമന്ത്രി ഈ ഇന്ത്യ കണ്ടിട്ടുണ്ടോ? നരേന്ദ്രമോദിയെ പോലെ കള്ളം പറയുന്ന ഒരാൾ ഇന്ത്യ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഞങ്ങളുടെ കേസ്. ശരി, ഓക്കെ.